ചികിത്സാ പിഴവിൽ വേദന അനുഭവിക്കുന്നവരെ സർക്കാർ അവഹേളിക്കുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൈമുറിക്കൽ ചികിത്സാ പിഴവിനിരയായ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടിക്ക് 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണം. ചികിത്സാ പിഴവ് സംഭവിച്ചാൽ ആദ്യം ഇരകളെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് സർക്കാരിൻ്റേത്. സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്ന സംവിധാനം മാത്രമായി സർക്കാർ ആശുപത്രികൾ മാറി. ഒട്ടയടക്കൽ നടപടികളല്ലാതെ ശാശ്വത പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. സസ്പെൻഷന് അപ്പുറം ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും പി.കെ. ഫിറോസ് കുറ്റപ്പെടുത്തി. പിഴവ് സംഭവിച്ചാൽ ആദ്യം അതിൻ്റെ ഇരകളെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ മേന്മ പറയാനും മേനി പറയാനും മാത്രമാണ് മന്ത്രിയാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളാണെങ്കിലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഈ പാവപ്പെട്ട കുട്ടിയുടെ അമ്മയെയും മാതാപിതാക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ചെറിയൊരു പരിക്ക് പറ്റി ചെന്ന ഒരു കുട്ടിയുടെയാണ് കൈ മുറിച്ചു മാറ്റിയത്. മാത്രമല്ല അവർ വേദനയുണ്ട്, ഈ കുട്ടി വാവിട്ട് കരഞ്ഞ് ആ സംഭവങ്ങളൊക്കെ ആശുപത്രിയിൽ പറഞ്ഞപ്പോൾ അവസാനം ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത്, നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കോളൂ, ഏതാണ്ട് 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവ് വരും, അവിടെ നിന്ന് ചികിത്സിച്ചോളൂ എന്ന് പറയുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ ഈ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് ആളുകളെ റഫർ ചെയ്യുന്ന ഒരു റഫറൽ കേന്ദ്രങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആരാണ് ഈ നിലക്ക് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളെ മാറ്റിയത്? അതിന് സർക്കാർ മറുപടി പറയണം. ഇപ്പോൾ കേവലമായ ഒരു സസ്പെൻഷൻ, ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ തൽക്കാല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു സസ്പെൻഷൻ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല.